ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പോകുന്നത് കീർഗംഗ ട്രെക്കിങ്ങിനാണ്. അപ്പൊ കീർഗംഗ ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി ഞാനിപ്പോ നിൽക്കുന്നത് ബർഷാനിയിലാണ്. ബർഷാനിയില് നമ്മുടെ കൂട്ടുകാരൻ തന്ന നമ്പർ തന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ഏജൻസിയിലോട്ട് ചെല്ലുന്നത്. കീർഗംഗ ट्रैकिंग सबसे पहले खीरगंगा ट्रैकिंग में आपका स्वागत है। खीरगंगा के लिए ट्रैकिंग हम अपने इस काउंटर से करवाते हैं और बाकी ज़्यादा जानकारी के लिए तो आप भाई मेरा नंबर लगाएंगे, उसमें जानकारी ले सकते हैं। थोड़ी सी जानकारी ये है कि 10 से 12 किलोमीटर का ट्रैक है। अप्स एंड डाउन्स 24 किलोमीटर रहने वाला होता है, जो कि ये भाई खुद भी करके आए हैं, एक्सपीरियंस करके आए हैं। आपको वीडियो भी दिखाएंगे और कैंपिंग के लिए आप मेरे नंबर पे डीएम कर सकते हैं। ओके, ये ट्रैकिंग शूज रहने वाला है इस तरह का। ये है ट्रैकिंग पोल। ट्रैकिंग पोल हमेशा ट्रैकिंग के लिए जरूरी रहता है। ट्रैकिंग शूज जो होते हैं जब आप लाइफ में चलते हैं उसके काम आते हैं। कीचड़ में भी आपका वाटरप्रूफ शूज रहने वाला होता है ये। और ये ट्रैकिंग पोल आपके लिए थर्ड लेग का काम करता है, ताकि आप चलते हुए ज्यादा थक रहे हैं तो आपका हाथ का सपोर्ट भी आपको चलने के लिए है। ये दो ट्रैकिंग गियर्स होते हैं, एसेंशियल होते हैं। बाकी भी आपको ग्लव्स, रेनकोट, शूज और जुराबे वगैरह, टोपी वगैरह, जैकेट वगैरह कुछ चाहिए हो ऑनरेट हमारे पास मिल जाता है, तो भी आप ऑनरेट ले सकते हैं। ये चीजें भी आपके लिए ऑनरेट रहने वाली होती हैं, स्टिक्स वगैरह सब कुछ ऑनरेट रहता है। ഓക്കെ, താങ്ക് യു. പുള്ളി പറഞ്ഞത് ഇവിടുത്തെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് നമുക്ക് ബർഷാനിന്ന് കീർഗംഗ ട്രക്കിങ്ങിന് വേണ്ടി വരുന്നത്. അപ്പൊ എന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് മാത്രം എനിക്ക് 800 രൂപയ്ക്ക് പോകാൻ സാധിച്ചു. അല്ലെങ്കിൽ നോർമൽ റേറ്റ് വരുന്നത് ഇവിടെ 1000 രൂപയാണ് വരുന്നത്. നമുക്ക് ബർഷാനിന്ന് 2 രീതിയിൽ കീർഗംഗ ട്രക്കിന് പോവാം. ഞാനിപ്പോ പോകുന്ന വഴി കൽഗ വില്ലേജ് വഴിയാണ്. അതല്ലെങ്കിൽ നഗ്താൻ വഴി നമുക്ക് കീർഗംഗ ട്രക്കിന് പോവാം. മഴക്കാലം കഴിഞ്ഞതോടെ ഇവിടുത്തെ റോഡെല്ലാം ഏകദേശം തകർന്നു കിടക്കുവാണ്. പോകുന്ന വഴി ഭയങ്കര റിസ്ക്കാണ്, പോകാൻ ഭയങ്കര റിസ്ക്കാണ്. നമുക്കിനി ഏകദേശം ഒരു 12 കിലോമീറ്റർ നടക്കാൻ, കൽഗയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ നടക്കാനുണ്ട്. ബർഷാനിൽ നിന്നാണെങ്കിൽ 12 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതുപോലുള്ള ചെറിയ ഇടുങ്ങിയ വഴികൾ കൂടെയാണ് പോകേണ്ടത്. കീർഗംഗ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മളെപ്പോഴും നല്ലൊരു ഷൂ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും വേണം. ഷൂ ഇല്ലെങ്കിൽ തെന്നി താഴെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പാലങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. വെള്ളത്തിന് നല്ല നീല നിറമാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല നീല നിറമാണ് വെള്ളത്തിന്. നല്ല ശുദ്ധമായ വെള്ളമാണിത്. കീർഗംഗ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ബർഷാനിൽ തന്നെ നമുക്ക് ട്രക്കിങ് ഏകദേശം ഒരു 6 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിക്കണമെങ്കിൽ 60 രൂപ കൊടുക്കണം. ഒരു വെള്ളത്തിന് 50 രൂപ വരെ ചാർജ് ചെയ്യും. ഒരു കാപ്പിക്ക് 100 രൂപ, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇപ്പൊ സീസൺ കഴിയാറായി, അതുകൊണ്ട് എല്ലാവരും കടകളൊന്നും ഇപ്പം ഓപ്പൺ അല്ല. പോകുന്ന വഴിയിൽ കുറച്ച് ഷോപ്പുകൾ ഉണ്ടായിരുന്നു, അതിപ്പോ ഓപ്പൺ അല്ല. ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ആണ് ഇവിടുത്തെ സീസൺ വരുന്നത്. കീർഗംഗ ട്രക്കിങ്ങിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം. ഞാനിപ്പം പോയത് ഡിസംബറിലാണ്. ഇപ്പം മഞ്ഞുവീഴ്ച ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് നിമിഷവും കീർഗംഗ ട്രക്കിംഗ് ക്ലോസ് ആവും. ഇനി ക്ലോസ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അതൊരു ഫെബ്രുവരി, മാർച്ചിലായിരിക്കും വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഐസ് പാളുകൾ കാണാം. നല്ല ഷൂ ഇല്ലെങ്കിൽ നമ്മൾ തെന്നി താഴെ വീഴാൻ നല്ല ചാൻസ് ആണ്.
കീർഗംഗ ട്രക്കിംഗ് ഏകദേശം 24 കിലോമീറ്റർ നമുക്ക് മൊത്തത്തിൽ നടക്കാനുണ്ട്. അങ്ങോട്ട് 12 കിലോമീറ്ററും ഇങ്ങോട്ട് 12 കിലോമീറ്ററും. അപ്പൊ എപ്പോഴും നമ്മൾ കീർഗംഗ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കഴിക്കേണ്ട സാധനങ്ങളൊക്കെ കൈ കരുതണം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ 2 ഇരട്ടി 3 ഇരട്ടി വരെ വില കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അത്യാവശ്യം നമുക്ക് ഒരു ഓവറായിട്ട് ലഗേജ് നമ്മൾ ക്യാരി ചെയ്യാതെ സ്നാക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളും അങ്ങനെ കുറച്ച് മിഠായികൾ അങ്ങനെയൊക്കെ കരുതുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ളവരും ഹൈറ്റിനെ പേടിയുള്ളവരും ഒരുപാട് വണ്ണമുള്ളവർ ട്രെക്കിംഗ് നടത്താതിരിക്കുന്നതായിരിക്കും ഒരു നല്ലതായിട്ട് തോന്നുന്നത്. കുറച്ച് റിസ്ക് ആണ് ഈ ട്രെക്കിംഗ്. ഇപ്പം റോഡെല്ലാം ഭയങ്കര മോശമാണ്. ഇതെല്ലാം ഏകദേശം ട്രെക്കിംഗ് കീർഗംഗ മൊത്തത്തിൽ ഒരു തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം പോകുന്ന വഴികളെല്ലാം. ഇതൊരു ഫോറസ്റ്റിനകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഫോറസ്റ്റിനകത്തൂടെ ഇവർക്ക് പെർമിഷൻ ഉണ്ട്. അവിടെ ക്യാമ്പിന് അവർക്ക് പെർമിഷൻ ഉണ്ട്. നമ്മൾ ടെന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലീഗലായിട്ട് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കൊണ്ടുപോയി ടെന്റ് ഇവിടുന്ന് ചുമന്ന് നമ്മൾ അവിടം വരെ കൊണ്ടുപോകുന്ന ആ കഷ്ടപ്പെടുന്ന ആ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് 999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണവും ടെന്റും ഉൾപ്പെടെ എല്ലാം അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ടെന്റ് വെറുതെ ചുമന്നുകൊണ്ട് കയറണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പോകുന്ന വഴിക്ക് ഒരു വേറെ ഗ്രൂപ്പിനെ കാണാൻ ഇടയായി. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. 1999 ഹമിഹെ ചോയൻ എന്നൊരാൾ ഇവിടെ വെച്ച് മരണപ്പെട്ടു. ഇത് താഴെ ഒരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ചതായിരിക്കാം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പാക്കേജിനുള്ളിൽ ഒരു ക്യാമ്പ് ഫയർ കൂടെ നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പം പാക്കേജിൽ ഉൾപ്പെടുന്നത് വെൽക്കം ഡ്രിങ്ക്, ടെന്റ് സ്റ്റേ, ഡിന്നർ, ക്യാമ്പ് ഫയർ, ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോ ഞങ്ങൾ ഇപ്പോ ഒരു പകുതി ദൂരം പിന്നിട്ടു. അപ്പം നമ്മളൊരു വാട്ടർഫോളിന് അടുത്തേക്ക് എത്താൻ പോവുകയാണ്. ഇതാണ് കീർഗംഗ വാട്ടർഫോള്. മൊത്തം സഞ്ചരിച്ച ഒരു ഏകദേശം ഇപ്പോൾ ഒരു 6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്.
വീഡിയോ പതിയെ മൂവ് ആവുന്നതിന്റെ കാരണം നമ്മൾ പതിയാണ് നടക്കുന്നത്. കാരണം സ്പീഡ് നടന്നാൽ പെട്ടെന്ന് നമ്മൾ താഴേക്ക് എത്തുന്നത് കൊണ്ട് പതിയാണ് നടക്കുന്നത്. ഇതാണ് വാട്ടർഫോള്. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടെന്നാണ് ഇവിടുത്തെ കടയിലെ ചേട്ടൻ നമ്മളോട് പറഞ്ഞ്. ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നാണ് പറഞ്ഞത്. ഇവിടെ നേപ്പാളി മാർക്കറ്റിൽ നിന്ന് ഞാനൊരു ചായ കുടിച്ചു. ചായക്ക് 60 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ഇനി കീർഗംഗയ്ക്ക് 3 കിലോമീറ്റർ ആണുള്ളതെന്നാണ് ഇവിടെ ബോർഡ് കണ്ടു. ഇവിടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചതിന്റെ ഒരു ഊർജത്തില് ഞാൻ വീണ്ടും മല കയറാൻ പോവാണ്. റോഡ് ഭയങ്കര മോശമാണ്. ഒരു ഫ്ലഡ് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ 2 മാസം മുന്നേ അതിശക്തമായ മഴ. അത് കഴിഞ്ഞ് റോഡെല്ലാം തകർന്നു കിടക്കുകയാണ്. കുറച്ചും കൂടെ സാഹസികമായിട്ട് വേണം ഇനി യാത്ര ചെയ്യാനായിട്ട്. പോകുന്ന വഴിക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. ഇവരൊക്കെ വന്നത് പഞ്ചാബിൽ നിന്നാണ്. ഇവരൊരു ഗൈഡിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക്. കൂടെ ഒരു മലയാളിയെ വരുന്ന വഴിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇപ്പൊ 2 പേരായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അവസാനം നടന്ന് കീർഗംഗ ക്യാമ്പിന്റെ അടുത്തേക്ക് എത്താറായി. ഏകദേശം 12 കിലോമീറ്ററോളം നടന്നു.